Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ കിറ്റിൽ ഉണ്ടായിരുന്ന ചെറുപയറും ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 250 ml കപ്പിൽ ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് കുതിർത്തെടുത്തതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറുപയറിൻ്റെ വേവിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുതിർത്തെടുത്തതുകൊണ്ടാണ് 2.5 എടുത്തത്, അല്ലെങ്കിൽ ഒരു 3 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. പിന്നെ നമുക്ക് ഓണക്കിറ്റിലുണ്ടായിരുന്ന നെയ്യാണിത്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ നെയ്യ് കൂടി നമ്മുടെ ഈ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേന്ത്രപ്പഴം പഴുത്ത നേന്ത്രപ്പഴം എടുക്കാനും ശ്രദ്ധിക്കണേ. പച്ച നേന്ത്രപ്പഴം എടുക്കരുത്. ഒരുവിധം പഴുത്ത നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല. ഒരുപാട് പഴുപ്പ് ഏറിയ പഴവും ഇതിന് അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഈ പഞ്ചസാര മെൽറ്റാവുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതെ, നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ പ്രഷറൊക്കെ പോയി നമ്മുടെ ചെറുപയറും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നോക്കി നോക്കാം, കുറച്ചൊരു വെള്ളമുണ്ട്, ഒരു അരക്കപ്പോളം വെള്ളം ഉണ്ട്. അത് കുഴപ്പമില്ല. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ചെറുപയർ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. എനിക്കൊരു 1/4 കപ്പോളം വരുന്ന ശർക്കരപ്പാനി ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റോളം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കരപ്പാനി കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അച്ഛൻ നമ്മുടെ ചെറുപയറിലേക്ക് ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴമാണ്, നേന്ത്രപ്പഴം. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഉപ്പ് ചെറിയൊരു ഉപ്പുള്ള ശർക്കരയാണ്. ഉപ്പില്ലാത്ത ശർക്കരയാണെങ്കിൽ ഒരു നുള്ളു ബാലൻസിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മിൽമ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് മിൽമ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൂടെ ചേർത്തിട്ട് പാലൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ നല്ല ഒരു അടിപൊളി ചെറുപയർ പായസമാണ്. ചെറുപയർ പായസം നേന്ത്രപ്പഴമൊക്കെ ഇതേപോലെ വഴറ്റി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ. നല്ല ടേസ്റ്റിയായ ഒരു പായസമാണ്. ഇത് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിയായിട്ട് മിൽമ പാൽ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു പായസം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം.